ഇത് കോഴിയെന്നൊന്നും വിളിച്ചാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കോഴി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലൊന്നും പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ സ്നേഹത്തിന്റെ കട നടത്തുകയാണ്. അതിൽ ആ കടയിലേക്ക് ഒരാളെ മാത്രമല്ല കയറ്റുന്നത്, ഒരുപാട് പേരെ ഒരേ സമയം അയാൾ കയറ്റിയതാണ് അയാൾക്ക് വന്നിട്ടുള്ള വലിയ പാകപ്പിഴ. അതൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അയാളുടെ ഒരു വൈകൃതമാകാം, അല്ലെങ്കിൽ അവന്തികയോടൊന്നും ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. അപ്പോൾ ചില ആളുകളോട് തുടർച്ചയായി ഈ വർഷങ്ങളോളം ഇങ്ങനെയുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നു, ചിലരെ കൃത്യമായി ട്രാപ്പിൽ പെടുത്തുന്നു. ലൈക്ക് എ പ്രെഡേറ്റർ, ഒരു വേട്ടക്കാരനെ പോലെ ഇയാൾ ഹണ്ട് നടത്തുകയാണ്. ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈംഗികത മാത്രമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ട്രാപ്പ് ഇയാൾ സെറ്റ് ചെയ്യുകയാണ്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കടയാണ്. ആ സ്നേഹത്തിന്റെ കടയിലേക്ക് വിളിച്ചു കയറ്റുന്നു, സ്നേഹം കൊടുക്കുന്നു. അതിനുശേഷം ഈ ട്രാപ്പിലേക്ക് പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതിൽ ആ കുട്ടിയുടെ പരാതി വന്നിട്ടില്ലല്ലോ. അപ്പോൾ പരാതി വരാതെ അത് സെറ്റിൽ ചെയ്യാൻ എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എന്നെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാം. ആ ഒരു പൂർണ്ണ ബോധ്യമുള്ള ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് കോഴിയെന്നൊന്നും വിളിച്ചാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കോഴി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലൊന്നും പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. കോഴിയല്ല, ഗിരിരാജൻ കോഴി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കോഴിയൊന്നും അങ്ങനെ നമ്മൾ വെറും കോഴിയാക്കി നമ്മൾ അല്ലെങ്കിൽ ഒരു കോഴിത്തരമാക്കി ഇതിനെ നമ്മൾ കളയാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് ഇതൊരു ക്രൈമാണ്, ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്.